പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയയ്ക്കുന്നു. ലൂക്ക 24:49. ഈശോ ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് തന്ന സമ്മാനമാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയും എന്ന എൻ്റെ ഒരു ബോധ്യവും വിശ്വാസമാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി ഏറ്റവും ആവശ്യമായി എനിക്ക് മനസ്സിലായത്. പലപ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഭാഷാപരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് മറ്റുള്ളവർ അതേക്കുറിച്ച് ഷെയർ ചെയ്തുമ്പോൾ ആദ്യമൊക്കെ തമാശ പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഒരവസരത്തിൽ എനിക്കും ആ ഒരു ദാഹമുണ്ടായി. അവർക്കൊക്കെ കിട്ടാന്നുണ്ടെങ്കിൽ എനിക്കും നിൻ്റെ ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന് ഉള്ളിൽ നിന്ന് അതൊന്ന് ക്ലെയിം ചെയ്ത് അവരെല്ലാം അത് സ്വീകരിച്ചു എന്ന് ഞാനും കൂടി അത് സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു അഭിഷേക മഴയായിട്ട് തന്നെ എനിക്ക് ലഭിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോഴൊക്കെ ഒരു കാര്യം എന്നോട് ഈശോ ആവശ്യപ്പെട്ടത് എങ്ങനെയായിരുന്നു? എളിമപ്പെടാൻ, ഒപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും രമ്യതയിലായിരിക്കാൻ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഉള്ളിലൊരു ദേഷ്യം വന്ന് ഞാനത് ആരോടെങ്കിലും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഈശോനോട് ചോദിക്കുമായിരുന്നു, 10 ദിവസം നീ ഒരുങ്ങി, പക്ഷേ ഏറ്റവും അവസാനം കാലം കമഴ്ത്തി വെള്ളം ഒഴിച്ചതിന് തുല്യമായില്ലേ? മീൻസ് ആ സമയത്ത് എനിക്കൊരു ദേഷ്യം വന്നായിരുന്നു. പക്ഷേ ഞാനത് കോമണായിട്ട് തന്നെ അതിനെ മാപ്പപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് കടന്നു വന്ന് പിറ്റേന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പല ഭാഷയൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ആ ഒരു ചോദിക്കണ സമയത്തിൽ തന്നെ എനിക്ക് ആ ഭാഷ കിട്ടി. പല ഭാഷ എൻ്റെ നാവിലൂടെ സംസാരിച്ച് ആ ഒരു അഭിഷേകം കർത്താവ് എനിക്ക് തന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് ക്ലെയിം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കും അത് കിട്ടും എന്ന ഒരു ബോധ്യം. പിന്നെ ഞാൻ 2ാമത് വർഷം പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജ് കിട്ടിയത് ഇങ്ങനെയാണ്, ബൈബിൾ വായിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതൊരച്ഛനാണ് വിളിച്ച് പറഞ്ഞത്. കാരണം ഞാൻ ദാനിയേലച്ഛൻ്റെ ടോക്കുകൾ കേൾക്കിയിരുന്നു. പക്ഷേ ആ അച്ഛൻ ഇംഗ്ലണ്ടിൽ എവിടെയായിരുന്നു. പക്ഷേ ആ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ബൈബിൾ വായിച്ചിട്ട്. അപ്പം ഞാൻ ശരിക്കും ദാനിയേലച്ഛൻ്റെ ടോക്കുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യായിരുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ടോക്കുകളും ഡൗൺലോഡ് ചെയ്തിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. പക്ഷേ ആ ഡൗൺലോഡ് ചെയ്തൊക്കെ അവിടെ ഉപേക്ഷിച്ച് വചനം വായിക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യമൊന്നും മനസ്സിലാവേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വചനം വായിക്കുമ്പോൾ ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മളൊരു കൊട്ട വെള്ളത്തിൽ ഇറക്കുമ്പോൾ ചിലപ്പോൾ ആ കൊട്ടയിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല. പക്ഷേ എത്ര പ്രാവശ്യം നമ്മൾ ആ കൊട്ട വെള്ളത്തിലേക്ക് ഇറക്കണോ അത്രമാത്രം ആ കൊട്ടയുടെ അഴുക്കുകൾ മാറും. അപ്പോൾ എനിക്കും അങ്ങനൊരു ചിന്ത വന്നു, ഞാൻ എത്രത്തോളം ബൈബിൾ വായിക്കണേ അത്രത്തോളം എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, എൻ്റെ പാപങ്ങൾ എന്നിൽ നിന്ന് ഇല്ലാതാകും. ആ ഒരു ബോധ്യത്തോടുകൂടി ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമെന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഒരു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എൻ്റെ ഒരു കുഞ്ഞു പാപമെങ്കിലും ഉണ്ടെങ്കിൽ നീ അതെന്നോട് പറഞ്ഞു തന്നോളൂ ഈ സിസ്റ്ററിലൂടെ. അപ്പോൾ ആൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞത് ദണ്ഡവിമോചനം എന്നാണ് ഈശോ പറയണേന്ന് പറഞ്ഞു. ആൾക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാൻ എന്താ പ്രാർത്ഥിച്ചെന്ന്. അപ്പം എനിക്ക് മനസ്സിലായ ബൈബിൾ വായിച്ച ഒരു നിയോഗത്തോടുകൂടി ആ ഒരു വിശ്വാസത്തോടുകൂടി വായിച്ചപ്പോൾ എനിക്കൊരു ആ ഒരു അഭിഷേകം കിട്ടിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് പെന്തക്കോസ്തിന് ആ ദിവസങ്ങളിൽ എനിക്ക് അഭിഷേകം കിട്ടും എന്നൊരു ഭയങ്കര ഒരു ബോധ്യം ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും കിട്ടണം ഒരു വാശിയും ഒപ്പം തന്നെ ഒരു വിശ്വാസമുണ്ട്, എനിക്ക് ദൈവം തരും എന്നൊരു ദൃഢമായൊരു വിശ്വാസം ഉള്ളിൽ വർദ്ധിപ്പിക്കാനും അതിൽ ആഴപ്പെടാനും ഞാൻ എന്നെ തന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നില്ല. അപ്പോൾ പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, പള്ളിയിലിരിക്കുമ്പോൾ
ചിലപ്പോൾ എനിക്ക് ബോറൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈശോയ്ക്ക് ബോറൊന്നും തോന്നില്ലല്ലോ എന്ന്. ഈശോ എന്നെ കേൾക്കണുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് ഇരിക്കും. ആ ഒരു ബോധ്യത്തോട് ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നണില്ലെങ്കിലും പള്ളിയിലിരിക്കുമ്പോൾ ഈശോ എന്നെ കേൾക്കണുണ്ടെന്നുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി അവിടെ ഇരിക്കും. പിന്നെ കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ ഞാൻ എവിടെയോ വായിച്ചു കേട്ടായിരുന്നു, ഒരു കുഞ്ഞ് കുർബാനയ്ക്ക് ഒരുക്കണേക്ക് സമയത്ത് ഇങ്ങനെ വലിയ ഓസ്തിയിലൊരു മുത്തം കൊടുത്തു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, മോളെ അത് ഈശോ ആയിട്ടില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷേ ഈശോ ഈ ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഈ മുത്തം ആ തിരുവോസ്തിയിൽ ഈശോയ്ക്ക് കിട്ടുമല്ലോ എന്ന് ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസവും കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ ഉണ്ട്. പെട്ടെന്ന് ഈ കഥ ഓർക്കും. അപ്പോൾ ആ ഈശോയുടെ സാന്നിധ്യത്വം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈശോനെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്.